സിമ്പിൾ ഇക്വേഷൻസ് എന്തൊക്കെയാ നമ്മൾ ഇവിടെ പഠിച്ചത് അതൊന്ന് കേൾക്കട്ടെ. നമ്മൾ കുറെ തിയറി ഒക്കെ പഠിച്ചു, എന്നിട്ടാണ് നമ്മളിപ്പോ ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോണത്. അപ്പൊ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ തിയറി പഠിച്ചത് എന്നൊന്ന് പറഞ്ഞേ. നമുക്കൊന്ന് വേഗം ഓടിച്ചു പോവാ അല്ലെ. ഇതിൽ കൂടെ എന്തൊക്കെയാ നമ്മൾ പഠിച്ച തിയറി? ഫസ്റ്റ് തന്നെ നമ്മൾ ഇക്വേഷൻസും വേരിയബിളും, ഞാൻ ഇത് വീണ്ടും പറയാൻ കാരണം നമ്മൾ 2 ആഴ്ച വെച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് അല്ലെ വീണ്ടും സിമ്പിൾ ഇക്വേഷൻസിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ ക്ലാസ്സിലും ജസ്റ്റ് ഒന്നൊന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ഇക്വേഷൻസിൽ എന്താണ് വേർഡ്സ് തന്നെ തുടങ്ങി. ഇക്വേഷൻ എന്താണ്, വേരിയബിൾ എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇക്വേഷനിൽ ഇക്വാലിറ്റി സൈൻ ഉള്ളതിനെ മാത്രമേ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുള്ളൂ. എന്ത് വേണം? ഇക്വാലിറ്റി സിമ്പിൾ, നമ്മുടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഇക്വാലിറ്റി ആകുന്നുള്ളൂ. അതിനുള്ള എല്ലാ എക്സ്പ്രഷൻസിനെയും ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്നാണ് പറയാ. സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇടതുഭാഗത്ത്, ആ സമവാക്യത്തിന്റെ ഇടതുഭാഗത്ത് കിടക്കുന്ന എല്ലാ എക്സ്പ്രഷൻസും വലതുഭാഗത്ത് കിടക്കുന്നതിനോട് തുല്യമായിരിക്കും. അതാണ് സമവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ. പിന്നെ വേരിയബിൾ എന്താന്ന് നമ്മൾ പറഞ്ഞ, വേരിയബിൾ എന്ന് പറയുന്നത് കുറച്ചധികം ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതില് നമുക്ക് അറിയാത്തത് അല്ലെ, അതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് x+3 = 4 എന്നുള്ളൊരു ചോദ്യം തന്നാൽ ആ x ആണ് അവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത്. ബാക്കി 2ഉം 4ഉം ഒക്കെ അവിടുത്തെ കോൺസ്റ്റന്റുകളാണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ, അത് മാറില്ല. അതെ, 2 എന്ന് പറഞ്ഞതിന്റെ വാല്യൂ എപ്പോഴും 2 അല്ലേ, 4 എപ്പോഴും 4 അല്ലേ. പക്ഷെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം, ആ വാല്യൂ മാറാവുന്നതുമാണ്. അതുകൊണ്ടാണ് വേരിയബിൾ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? വേരിയബിൾ ഡിഫറെന്റ് ന്യൂമറിക്കൽ വാല്യൂസിന് എടുക്കാനായിട്ട് പറ്റും, അതിന് ഫിക്സ്ഡ് അല്ല. വേരിയബിൾസ് സാധാരണ നമ്മൾ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് കാണിക്കുക. XYZ then LMNOP അങ്ങനത്തെ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാറ്. അതും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇക്വേഷൻസ് വേരിയബിൾസിന്റെ കാര്യത്തിൽ ഫസ്റ്റ് പഠിച്ചത്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് പോയില്ല. എന്താണ് സിമ്പിൾ ഇക്വേഷൻ? സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയബിൾ ഉള്ള ലീനിയർ രേഖീയ സമവാക്യങ്ങളെയാണ് നമ്മൾ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒറ്റയല്ലാതെ വേറെ രീതിയിലുള്ള ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഓൾറെഡി. അപ്പൊ ഇതിനിപ്പോ ആകെ ഒരൊറ്റ ഇതല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഇക്വേഷനിൽ ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സ് എന്ന് മാത്രമുള്ള സാധനമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ എക്സ് മാത്രല്ലാതെ 2ഉം 3ഉം വേരിയബിൾ ഒക്കെ ഉള്ള ഇക്വേഷൻസ് ഉണ്ട്. എവിടെ? എങ്ങനെ? 2x + 3y = 9 ഇങ്ങനത്തെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നോക്കി നിങ്ങൾ, എക്സ് ഉണ്ട് അവിടെ, y ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട് അല്ലെ. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. 2 വേരിയബിളുകൾ ഉള്ള രേഖീയ സമവാക്യങ്ങളാണിത്. 2 വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യങ്ങൾ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വേരിയബിൾ ഉള്ളതിനെ മാത്രമേ പഠിക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വ്യത്യാസം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് 2 വേരിയബിൾ ഉള്ളതൊക്കെ പഠിക്കും, അതിലേക്ക് നമുക്ക് പോകാം. പക്ഷെ തൽക്കാലം ഇപ്പോ നമുക്ക് ഒറ്റ വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യങ്ങളാണ് പഠിക്കുന്നത്. ഒറ്റ വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യങ്ങളെയാണ് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിലുള്ള സമവാക്യങ്ങളാണ് എന്ത്? ഒറ്റ വേരിയബിൾ ഉള്ള രേഖീയ സമവാക്യങ്ങൾ. ഒന്നിലധികം വേരിയബിളുകൾ ഉണ്ടെങ്കിൽ അതിനെ വേറെ നോർമൽ ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ രേഖീയ സമവാക്യം എന്ന് മാത്രമാണ് പറയുന്നത്. ഒറ്റ വേരിയബിളേ ഉള്ളൂവെങ്കിൽ അത് സിമ്പിൾ ഇക്വേഷൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax + b = c എന്നുള്ളത് പറഞ്ഞു. അതിൽ എയും ബിയും സിയും ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പറുകളാണ്, എക്സ് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. ഇനി ഇതിനെ ഞാൻ ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ ഞാൻ ഒരു ഗ്രാഫില് ഈ ഇക്വേഷനെ ഞാൻ ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഗ്രാഫ് ഒക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ, എങ്ങനെ നമ്മൾ ഗ്രാഫ് ഒക്കെ ചെയ്യാ? ഗ്രാഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് കുറെ വാല്യൂ ഇട്ട് കൊടുക്കും, എന്നിട്ട് വൈയുടെ വാല്യൂ എത്രയാന്ന് നോക്കും. എക്സിന് ഇപ്പൊ 0 ഇട്ട് കൊടുത്തു, അപ്പൊ വൈക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 2 × 0 + 3 = 9. അങ്ങനെ കുറച്ച് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ച് വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത്. ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഗ്രാഫ് വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയോ?
അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഗ്രാഫ് വരയ്ക്കാനൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. നമ്മളിത് ഇങ്ങനത്തെ ഇക്വേഷൻസിനെ ഗ്രാഫ് ആക്കുകയാണെങ്കിൽ അതെന്താവും? അത് ഒരു നേർരേഖ, ഒരു രേഖയായിട്ടാണ് വരിക. മനസ്സിലായല്ലോ? അത് ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഒന്നും ആവില്ല. നേർരേഖ എന്ന് പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഗ്രാഫിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു വരയായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ളൊരു വരയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ ഇതിലെങ്കിലും കൂടെ പോണ വരയായിരിക്കാം. അപ്പൊ എങ്ങനെയായാലും അതൊരു നേർരേഖയായിരിക്കും, വേറെ വളവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് അതിനെ ഗ്രാഫ് ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഒരു നേർരേഖ, സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിഗ്രി ഓഫ് എ ലീനിയർ ഇക്വേഷൻ പറഞ്ഞു അല്ലെ. ഡിഗ്രി എന്തായിരുന്നു? ഈ ഇക്വേഷനിലുള്ള ഈ വേരിയബിളിന്റെ പവർ എന്ന് പറഞ്ഞ എക്സ്പോണന്റ്. നമ്മുടെ മുകളിൽ എഴുതുന്ന സംഭവം ഇല്ലേ, ഇപ്പൊ 2 raised to 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് പവർ, അല്ലെങ്കിൽ 2 raised to 3 എന്ന് പറഞ്ഞാൽ അവിടെ 3 ആണ് പവർ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ x എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം x raised to 1 എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം 1 ആണ് അതിന്റെ പവർ. 1 പവർ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ ഡിഗ്രി 1 എന്ന് പറയുന്നത്. ഡിഗ്രി 1. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ, ഏത് ഡിഗ്രി എന്നൊക്കെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മുമ്പത്തെ വീഡിയോസ് കാണണം. എന്നാലാണ് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണേ. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഗ്രാഫ് അറിയില്ല, കുഴപ്പമില്ല കേട്ടോ. ഗ്രാഫ് നിങ്ങൾ പഠിക്കാനാവണേ ഉള്ളൂ. 8ാം ക്ലാസ്സിലാണ് ഗ്രാഫ് പഠിക്കാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും അറിയോ ഇതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. ഗ്രാഫ് ആരും പേടിക്കണ്ട, ഗ്രാഫ് ഒക്കെ നമുക്ക് പഠിക്കാം, നമുക്ക് എല്ലാം പഠിക്കാം കേട്ടോ. 8ാം ക്ലാസ്സിൽ നിങ്ങളിപ്പോ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോ ഈ പറയണ കാര്യങ്ങളൊക്കെ എന്തപ്പോ ഇത്, എന്ത് ഡിഗ്രി എന്നൊക്കെ തോന്നും. അപ്പൊ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫുൾ ക്ലാസ് എടുത്തിട്ട് ഈ പ്രോപ്പർട്ടീസിനെ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ ഉണ്ട്, അത് കാണാം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണല്ലേ പഠിച്ചത്, പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വാലിറ്റി അല്ലെ. ആ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ടു സിമ്പൽ വരുന്നതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? അഡീഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, സബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഡിവിഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചോ? ഇല്ലല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കൂ, അഡീഷൻ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു അല്ലെ. എന്തായിരുന്നു അഡീഷൻ പ്രോപ്പർട്ടി? ഇപ്പോ a = b ആണെങ്കിൽ ഞാനിപ്പോ നോട്ട്സിലേക്ക് പോകുമ്പോ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് നോക്കിയിട്ട് പറയാവേ. നോക്കിക്കോളൂ, a = b ആണെങ്കിൽ ഈ a യുടെ കൂടെ നമ്മൾ c എന്ന് പറഞ്ഞൊരു നമ്പർ കൂട്ടിയാൽ b യുടെ കൂടെയും ആ c എന്ന് പറയുന്ന നമ്പർ കൂട്ടിയാൽ രണ്ടും എന്നാലും തുല്യമായിരിക്കുമെന്ന്. എന്തായിരുന്നു നമ്മളിത് പറഞ്ഞതല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വാലിറ്റി പറഞ്ഞതല്ലേ. ഓക്കെ സ്മൃതി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞതല്ലേ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറഞ്ഞിരുന്നോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് എന്ന് കമന്റ് ഇട്ടേ. ഇതാണ് നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച ആയതുകൊണ്ടേ നമുക്ക് ചെറുതായിട്ടൊന്ന് മറന്നു പോകും. നിങ്ങൾ മറക്കരുത്, ഞാൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മറന്നു പോകും, ഇടയിൽ വേറെ ക്ലാസ്സസ് ഒക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേഗം ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പൊ എന്തായിരുന്നു, a = b ആണെങ്കിൽ a യുടെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്താലും b യുടെ കൂടെ അതേ നമ്പർ, വേറെ നമ്പർ അല്ല കേട്ടോ, അതേ നമ്പർ ആഡ് ചെയ്താലും വീണ്ടും കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കും. അതായത് 2 = 2 ആണല്ലോ, 2 = 2 ആണല്ലോ. ഈ 2ന്റെ കൂടെ ഞാൻ ഇപ്പുറത്ത് 3 എന്നുള്ളത് ആഡ് ചെയ്തു, അപ്പുറത്ത് വീണ്ടും 3 തന്നെ ആഡ് ചെയ്താലും വീണ്ടും കിട്ടുന്നത് തുല്യമല്ലേ. അല്ലെങ്കിൽ x ആണെന്ന് വിചാരിക്കുക, x = y ആണ്. ഇവിടെ ഞാൻ 2 ആഡ് ചെയ്തു, ഇവിടെയും ഞാൻ 2 ആഡ് ചെയ്തു. അപ്പൊ കിട്ടുന്ന സാധനം x+2 ഉം = y+2 തന്നെയായിരിക്കും. രണ്ട് ഭാഗത്തും ഒരേ നമ്പർ ആഡ് ചെയ്താൽ ആ ആഡ് ചെയ്ത് കിട്ടുന്നതും തുല്യമായ നമ്പർ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, സബ്സ്ട്രാക്ട് ചെയ്താലും അങ്ങനെ തന്നെയാ. x = y ആണെങ്കിൽ x-ൽ നിന്ന് 2 കുറച്ചു, അതെപ്പോഴും y-ൽ നിന്ന് 2 കുറയ്ക്കുന്നതും തുല്യമായിരിക്കും.
മനസ്സിലായല്ലോ? ആ രണ്ട് നമ്പർ ഈക്വൽ ആണെങ്കിൽ മാത്രം ട്ടോ. രണ്ട് നമ്പറും ഈക്വൽ ആണെങ്കിൽ അതിൽ നിന്ന് സെയിം നമ്പർ രണ്ടിൽ നിന്നും കുറച്ചു കഴിഞ്ഞാല് കിട്ടുന്നത് തുല്യമായിരിക്കും. ഇപ്പൊ 5 ഈക്വൽ ടു 5 ആണ്. രണ്ടിൽ നിന്ന് ഞാൻ 3 ആണ് കുറയ്ക്കുന്നെങ്കിൽ 5 മൈനസ് 3 ഈക്വൽ ടു 5 മൈനസ് 3 ആയിരിക്കും അല്ലേ? 2 ഈക്വൽ ടു 2 തന്നെ വീണ്ടും കിട്ടിയില്ലേ? ഇവിടെ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷനിലും സെയിം തന്നെ. 2 ഈക്വൽ ടു 2 ആണ്. ഞാൻ രണ്ട് നമ്പറിന്റെ കൂടെ 3 എന്ന് പറയുന്ന ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ 2 ഇൻറ്റു 3 ഈക്വൽ ടു 2 ഇൻറ്റു 3 വീണ്ടും 6 ഈക്വൽ ടു 6 അല്ലേ വന്നത്? അതായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ എന്തായിരുന്നു പറഞ്ഞത്? സെയിം കാര്യം തന്നെ. എ ഈക്വൽ ടു ബി. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ജനറൽ ആയിട്ട് എടുക്കുന്ന രണ്ട് നമ്പറുകളാണ്. അപ്പൊ ദാ 3 ഈക്വൽ ടു 3 ആണെങ്കിൽ ഈ 3ന്റെ ഞാൻ വേറൊരു നമ്പർ കൊണ്ട് രണ്ടിനെയും വേറെ ഒരു സെയിം നമ്പർ കൊണ്ട് രണ്ടിനെയും ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 2 കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി? 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2 വീണ്ടും തുല്യമായി വന്നില്ലേ? അതിൽ ഒരു കണ്ടീഷൻ മാത്രം ഉണ്ട്. എന്താവാൻ പാടില്ല? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ സംഖ്യ 0 ആകാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനും കൂടി ഉണ്ട് അല്ലെ? അപ്പൊ തുല്യമാണ് രണ്ട് നമ്പർ എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു സെയിം നമ്പർ ആഡ് ചെയ്താൽ രണ്ട് നമ്പറുകളുടെയും കൂടെ സെയിം നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കും. അപ്പോ ഇത് പറഞ്ഞതാണ് അതെനിക്കറിയാം. കാരണം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓടി വന്നിട്ട് ഞാൻ അടുത്ത ടോപ്പിക് എടുത്ത കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, പിന്നെ കുറച്ച് പേരൊക്കെ പുതിയവരുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതെന്താ മനസ്സിലാവാത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാവർക്കും മനസ്സിലായതാണ്. അതെ, ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു 1 2 3 പേരോളം 2 പേര് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മനസ്സിലായില്ല എന്ന് പറയുന്ന 2 പേരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഒരാളുണ്ടായിരുന്നു. പിന്നെന്താ മനസ്സിലാവാത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ കുറെ നേരം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ഉണ്ടാവാതിരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വീഡിയോ പോയിട്ട് കാണണം. മനസ്സിലായോ? അപ്പൊ ഉണ്ടാവാതിരുന്ന എനിക്ക് തോന്നുന്നു 2 കൂട്ടരും ഭാഗ്യലക്ഷ്മി, സിയ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതപ്പോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടാണ് ഞാൻ നിർത്തിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വീണ്ടും 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 പറഞ്ഞ് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് ഇപ്പോഴത്തേക്ക് മനസ്സിലായില്ല എന്ന് പറയരുത് ട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ ഭാഗമൊക്കെ ഡിസ്കസ് ചെയ്തതല്ലേ? അതെ, എല്ലാതും ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അന്ന് ക്ലിയർ ആയി മനസ്സിലായ ആൾക്കാർക്ക് ഇന്നേക്ക് പെട്ടെന്ന് മറന്നുപോയത് എന്താ? അപ്പൊ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കണ പോലെ തോന്നുന്നുണ്ടോ? എന്ത് ചെയ്യണം? വീഡിയോ കാണുക, നോട്ട്സ് നോക്കുക. ഓക്കെ, ഇതൊക്കെ എന്തായാലും എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി എന്തായിരുന്നു? ക്വസ്റ്റ്യൻ തരാൻ തന്നെ പോണം കേട്ടോ. അപ്പൊ ലാസ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. എ മൾട്ടിപ്ലൈഡ് ബൈ ബി പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനെ ബിക്ക് തുല്യമായിട്ട് കൊടുക്കണം, ഈ എനെ സിക്കും തുല്യമായിട്ട് കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പറഞ്ഞതായിട്ട് ഒരു ഓർമ്മ വരുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നു? ഒരു നമ്പർ പുറത്ത് കിടക്കുകയാണ് എ. ഓക്കെ, എ എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ പുറത്താണ്. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ. ബ്രാക്കറ്റിന്റെ പുറത്താണ് ദാ ഇവിടെ എ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ദാ ഇങ്ങനെ തരുള്ളൂ. എന്താ? ഇവിടെ ഒരു ചിഹ്നവും ഉണ്ടാവില്ല. നിങ്ങളോട് ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിഹ്നം ഒന്നും കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ചിഹ്നം ഉപയോഗിക്കാതെ ഇടയ്ക്ക് തരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഒരു ചിഹ്നവും നിങ്ങൾക്ക് കാണാനില്ലല്ലോ. അതിന്റെ അർത്ഥം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നാണ്. അപ്പൊ ഈ പുറത്ത് കിടക്കുന്ന എനെ ഉള്ളിലുള്ള രണ്ട് നമ്പേഴ്സിനും തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, വീതിച്ചു കൊടുക്കണം. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. പുറത്ത് കിടക്കുന്ന ഈ എനെ രണ്ട് നമ്പറുകൾക്കും തുല്യമായി കൊടുക്കണം. അപ്പൊ എന്തായിരുന്നു? ഈ എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ? എ മൾട്ടിപ്ലൈഡ് ബൈ ബി. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരാ കിടക്കണേ? പ്ലസ് ആണല്ലേ? ആ പ്ലസ് ഇടുക. പ്ലസ് ഇട്ടു. ഇനി വീണ്ടും എന് ആർക്കും കൂടി കൊടുക്കണം? ഈ സിക്കും കൂടെ കൊടുക്കണം. എന്നിട്ട് എ ഗുണിക്കണം സി. ക്ലിയർ ആയോ? ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയാണ് എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വരുന്നത്?
സാധാരണ രീതിയിൽ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 ഇൻറ്റു 3 + 4 ഇങ്ങനെ ഒരു സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3 4 കൂടി കൂട്ടിയിട്ട് അതിന്റെ കൂടെ 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇതൊന്ന് നോക്കുന്നത്. ഒന്ന് നോക്കി എല്ലാവരും. 2 എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന നമ്പർ ആണ് അല്ലെ? ഞാൻ എന്താ പറഞ്ഞത്? ഈ 2നെ ഉള്ളിൽ കിടക്കുന്ന ഈ 3നും 4നും തുല്യമായി വീതിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്താണ്? 2നെ ആദ്യം 3 കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കണം 3. ഇവിടെ കിടക്കുന്ന ചിഹ്നം ഏതാണ്? പ്ലസ്. പ്ലസ് ഇട്ടു. ഇനി എന്ത് ചെയ്യണ്ടേ? 2നെ വീണ്ടും 4 കൊണ്ട് ഗുണിക്കണം. 2 ഗുണിക്കണം 4. ഇപ്പൊ എത്ര വന്നത്? 2 ഗുണിക്കണം 3 6. 2 ഗുണിക്കണം 4 8. അപ്പൊ എത്ര ഉത്തരം? 6 + 8 14. മനസ്സിലായോ? ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം അപ്ലൈ ചെയ്യുന്നത് ട്ടോ. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഞാൻ വേഗം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ സാധാരണ രീതിയിൽ എക്സ് ഒക്കെ വെച്ചിട്ട് വരുമ്പോഴാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 3 പുറത്തുണ്ട്, എക്സ് പ്ലസ് 3 ഇങ്ങനെ സാധനം വന്ന് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി എല്ലാവരും. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കാണിച്ചു തരുമോ? എക്സ്പ്ലെയിൻ ചെയ്തതാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തോളൂ. 3 ഗുണിക്കണം എക്സ് പ്ലസ് 3. വേഗം ഇതിന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ വരട്ടെ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് വേഗം ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻസ് തരാം, ഇപ്പൊ തരാം. ഇതൊന്ന് വേഗം ഒന്ന് പറഞ്ഞോളൂ, എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടോ അറിയാനാണ്. 3 ടൈംസ് ബ്രാക്കറ്റിന്റെ ഉള്ളില് എക്സ് പ്ലസ് 3. വേഗം അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണ് വരിക എന്നുള്ളത് എഴുതൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പക്ഷെ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. അതാണ് ഞാനിപ്പോ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ എനിക്കത് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരണം. 3 ടൈംസ് എക്സ് പ്ലസ്, എല്ലാവരും പറയട്ടെ, എല്ലാവരുടെയും ആൻസർ വരണം കേട്ടോ. എനിക്ക് 40 പേരുണ്ട്, 40 ആൻസേഴ്സ് എനിക്ക് വരണം. അപ്പൊ കുറച്ചു പേരൊക്കെ ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. 3 ടൈംസ് എക്സ്. ഓക്കെ ചെയ്യിപ്പിച്ചു അല്ലെ? ഓക്കെ, ശരി. അപ്പൊ എന്നാലും അപ്പൊ എന്നിട്ട് എന്താ എല്ലാവരുടെ ആൻസേഴ്സ് വരാതെ? കുറച്ചു പേരൊക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നവനിത അല്ലേ? യെസ്, നവനിത, ഭാഗ്യലക്ഷ്മി, സ്മൃതി, സന്തോഷ് കുമാർ എന്ന് പറയുന്നത് ആരായിരുന്നു? പിന്നെ ഷിപ്പു, ഗോപിനാഥ്. അതില് ഭാഗ്യലക്ഷ്മി ഒരു സംഭവം മിസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചൊന്നും കൂടി ഇട്ടേ ക്വസ്റ്റ്യൻ. ഈ 42 പേരുണ്ടായിട്ട് ഇത്ര ആൾക്കാരാണോ ആൻസേഴ്സ് തരുന്നുള്ളൂ? ഇത്ര പേർക്ക് ആൻസേഴ്സ് ഉള്ളൂ? 1 2 3 4 5 6 പേർക്ക് ആൻസർ ഉള്ളൂ. ഓക്കെ, അരുണിമ. ഓക്കെ, ഇത്ര പേർക്കാണോ? 43 പേരുണ്ടായിട്ട് ഇത്ര പേര്? 1 2 3 4 5 6 7 8 പേരെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരെവിടെ? ബാക്കിയുള്ളവരൊക്കെ എന്താ ഇത് ഓണാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ? ആണോ? ആരെയും കാണാനില്ലല്ലോ. യെസ്, അരുണിമ കറക്റ്റ് ആണ് ആൻസർ കേട്ടോ. ഇത്രയും ആൻസേഴ്സ് വന്നാ പോരാ, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്ത് പറഞ്ഞത്. നോക്കൂ എങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത് ശരിയാണ്. പക്ഷെ 1 2 പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. 3നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3x. 3 ഗുണിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ 3x ആണ്. ഓക്കെ, പ്ലസ് 3 ഗുണിക്കണം 3. 3 ഗുണിക്കണം 3. അപ്പൊ എന്താ ഉത്തരം വരുന്നത്? 3x പ്ലസ് 9 അല്ലേ? 3x പ്ലസ് 9, ഇതാണ് ഉത്തരം. 3x പ്ലസ് 9. അപ്പൊ എന്തെല്ലാവരും 3x പ്ലസ് 3 × 3 എഴുതിയത് കണ്ടു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളത് 9 എന്നാക്കി എഴുതാഞ്ഞത്?
3x പ്ലസ് 9. 3 ഗുണിക്കണം 3 9 അല്ലേ? 3 times 3 9 അല്ലേ? അപ്പൊ ഇതിൽ കുറച്ച് പേരൊക്കെ 3x പ്ലസ് 3x എന്ന് വീണ്ടും 3 തന്നെ വീണ്ടും x തന്നെ വീണ്ടും എഴുതിക്കണ്ടു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞത്. 3x പ്ലസ് 9. 3 times 3 എന്ന് പറഞ്ഞാൽ 9. ഇനി ഇത് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞത്. ഒരിക്കലും 3x ഉം 9ഉം കൂടി കൂട്ടിയിട്ട് അതിനെ 11x എന്ന് എഴുതാൻ പാടില്ല കേട്ടോ. 11 അല്ല 12x എന്ന് എഴുതാൻ പാടില്ല. x ഉള്ള ടേംസ് x ന്റെ കൂടെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. കോൺസ്റ്റന്റ് ടേംസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അല്ലാതെ 3x ഉം 9ഉം കൂടെ ആഡ് ചെയ്തിട്ട് 12x എന്ന് വരില്ല. മനസ്സിലായല്ലോ? 3x എന്ന് പറയുന്നതിന്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ മറ്റേ സംഖ്യയുടെ കൂടെയും x ഉണ്ടാവണം. x ഉള്ള സംഖ്യകൾ മാത്രമേ ഒരുമിച്ച് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് അപ്പൊ നമുക്ക് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറച്ച് സമയം പോവും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വേഗം ഇതിന് സംശയമുള്ള ആൾക്കാര് എന്ത് ചെയ്യണം? വീഡിയോ കാണണം. അപ്പൊ നമുക്ക് താഴെ നോക്കി നിങ്ങള് മൈനസ് ആയിരുന്നെങ്കിൽ, ഇനിയിപ്പോ പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ ഞാൻ ഒന്നും കൂടെ വേഗം ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. ഇപ്പൊ പ്ലസിന് പകരം മൈനസ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾ എന്തിടണം? മൈനസ് സൈൻ ഇടണം. നോക്കി നോക്കൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 times x minus 2 ആയിരുന്നെങ്കിൽ ഇതാണെന്നെങ്കിൽ ഒന്ന് വേഗം ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ നോക്കട്ടെ. ഈ സൈഡിൽ ഇത് കണ്ട 2 times x minus 2 വേഗം ചെയ്തോളൂ. അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കറക്റ്റ് ആയിട്ട്. മൈനസും കൂടി ഒന്ന് ചെയ്തോളൂ. മൈനസ് ആണ് നിങ്ങളുടെ രണ്ട് ഉള്ളിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ ഇടയിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാ? വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. അപ്പൊ അതൊന്നും കൂടെ പറയുമോ എന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ മറക്കരുത്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഇപ്പൊ ഞാൻ ഇന്ന് കഴിഞ്ഞിട്ട് അടുത്ത മാത്സ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടച്ച് വിട്ടു പോകും. അപ്പൊ കറക്റ്റ് ആണ്. സ്മൃതി, അരുണിമ, എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ആൻസറില് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ പറഞ്ഞേ. ഇതാണ് എനിക്ക് ആകെ ഡൗട്ട് ആവണം. നിങ്ങൾ എന്ത് ആൻസേഴ്സ് പറയാത്ത? നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലേ? അങ്ങനെ എനിക്കൊരു സംശയം വരുന്നത് അതുകൊണ്ടാണ്. വേഗം ആൻസേഴ്സ് വരികയാണെങ്കിൽ എനിക്ക് ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് 47 പേരുണ്ടായിട്ട് ഇത്രയും ഉള്ളൂ. ഒരു ആക്ടിവിറ്റി ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് പേര് കണ്ടിന്യൂസ്ലി മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ 47 പേരില് വളരെ കുറച്ച് പേരുടെ ചാറ്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതല്ലാത്ത ബാക്കി ഇത്രയധികം പേര് എവിടെയാ, എന്താ ചെയ്യണേ? അവരെന്താ എനിക്ക് ആരുടെയും മെസ്സേജസ് ഒന്നും വരാത്തത്? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ ചെയ്യണ്ടേ? 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2x മൈനസ് ഇവിടെ കിടക്കുന്നത് ആരാ? ഇന്ന് ഇപ്പൊ മൈനസ് ആണല്ലേ. അപ്പൊ -2. ഇനി 2നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 times 2 എത്ര ഉത്തരം വരുന്നത്? 2x -4. ഇതാണ് ഉത്തരം. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഓക്കെ കേട്ടോ. അപ്പൊ കറക്റ്റ് ആയി ഭാഗ്യലക്ഷ്മി, ശരിയാണ്. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? അപ്പൊ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാൻ ഇനി അടുത്തേക്ക് പോവാണ്. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് സോൾവ് എന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു എക്സിന്റെ എന്തെങ്കിലും ഒരു വാല്യൂ ഒക്കെ തന്നിട്ട് നിങ്ങളോട് സോൾവ് എന്ന് പറയുകയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അവിടത്തെ വേരിയബിൾ എന്താണോ അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം കണ്ടുപിടിക്കലാണ് ഈ സോൾവ് എന്ന് പറഞ്ഞാൽ അതിനെ ഉദ്ദേശിക്കുന്നത്. x - 3 = 5 എന്ന് പറഞ്ഞാൽ എക്സിന്റെ അവിടെ ഏത് വാല്യൂ വന്നാലാണ് x - 3 = 5 ആ ഇക്വേഷൻ കറക്റ്റ് ആകുന്നത്.
അല്ലെങ്കിൽ എക്സിന്റെ മൂല്യം എത്രയാണ് അതാണ് നിങ്ങൾ അവിടെ കാണേണ്ടത്. മനസ്സിലായോ? എക്സിന്റെ മൂല്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റെപ്പും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായാലാണ് ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 5. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് സോൾവ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 5 എന്ന് ആ സോൾവ് അല്ലെങ്കിൽ മൂല്യം കണ്ടുപിടിക്കുക എന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? എക്സ് എന്ന് പറയുന്ന ആ വേരിയബിളിന് ഏത് സംഖ്യ വന്നാലാണ് ആ ഇക്വേഷൻ നിലനിൽക്കുന്നത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏതൊരു നമ്പറിൽ നിന്ന് 3 കുറച്ചാലാണ് നിങ്ങൾക്ക് 5 കിട്ടുന്നത്, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന് ചെയ്യേണ്ടത്, ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ ഇക്വാലിറ്റി സൈനിന്റെ ഇടതുഭാഗവും ഉണ്ട് വലതുഭാഗവും ഉണ്ട്. ഈ ഇടതുഭാഗത്ത് എക്സ് മാത്രമേ വരാൻ പാടുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്കിയേ. സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നു അല്ലെ, എക്സ് മൈനസ് 3 ഈക്വൽ ടു 5. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എക്സ് ഈക്വൽ ടു ആ നമ്പർ എത്രയല്ലേ വരാൻ പാടുള്ളൂ അല്ലെ? എക്സ് ഈക്വൽ ടു ആ നമ്പർ വരണം. അപ്പോ ഇവിടെ എക്സ് മൈനസ് 3 ഈക്വൽ ടു ആണ് 5. എന്തൊക്കെയാണോ എക്സിന്റെ കൂടെ ഇവിടെ കിടക്കുന്നത്, എക്സിന്റെ കൂടെയുള്ള എല്ലാ നമ്പേഴ്സിനെയും അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, എക്സിന്റെ കൂടെയുള്ള എല്ലാ നമ്പേഴ്സിനെയും അവിടെ നിന്ന് മാറ്റണം. നമുക്ക് ഈ ഒരു സൈഡില് എക്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ എയിം. എന്താണ്? ഒരു എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇക്വേഷന്റെ അല്ലെങ്കിൽ ഇക്വാലിറ്റി സൈനിന്റെ ഒരു ഭാഗത്ത് എക്സ് മാത്രമേ വരാൻ പാടുള്ളൂ. എക്സിന്റെ കൂടെയുള്ള എല്ലാ സംഖ്യകളെയും അവിടെ നിന്ന് മാറ്റണം. അതായത് ഈ -3 എന്ന് പറയുന്ന സാധനത്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. കുറെ പേരൊക്കെ ആൻസേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് എക്സ് മൈനസ് 3 5 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക കേട്ടോ. എന്തായിരുന്നു, എങ്ങനെ നമുക്ക് ആ -3നെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുക? -3നെ അവിടെ നിന്ന് എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ -3നെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുക? നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം ട്ടോ. ഞാൻ 2 രീതി പറഞ്ഞു തരുന്നുണ്ട്. 2 രീതികളുണ്ട് ഇതിനെ ശ്രദ്ധിക്കാനായിട്ട്. മൈനസ് ആണ് വരുന്നതെങ്കിൽ, ഇവിടെ ഒരു മൈനസ് ആണ് വരുന്നതെങ്കിൽ 2 സൈഡിലും അതേ നമ്പറിനെ ആഡ് ചെയ്യുക. -3 ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? +3. അപ്പൊ ഒരു സൈഡിൽ ചെയ്താൽ മതിയോ? പോരാ, +3 2 സൈഡിലും ചെയ്യണം. അതാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വാലിറ്റിയിൽ പഠിച്ചത്. 2 സൈഡും തുല്യമാണെങ്കിൽ അവിടെ നമ്മൾ ഒരേ നമ്പർ വീണ്ടും 2 സൈഡിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇക്വാലിറ്റിക്ക് മാറ്റമൊന്നും സംഭവിക്കില്ല, അത് അപ്പോഴും നിലനിൽക്കും എന്ന് നമ്മൾ പഠിച്ചില്ലേ? ഫസ്റ്റത്തെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വാലിറ്റി, അഡീഷൻ. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എന്താണ്? -3യുടെ കൂടെ ഒരു +3യും കൂടെ ആഡ് ചെയ്താൽ -3 +3 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. നമുക്ക് ഈ സാധനത്തിനെ -3 എന്ന് പറയുന്ന ആ നമ്പറിനെ 0 ആക്കണം. 0 ആക്കണമെങ്കിൽ അതിന്റെ എന്ത് ചെയ്താലാണ് 0 ആവുക എന്നാണ് നോക്കേണ്ടത്. ആ -3യുടെ കൂടെ ഒരു 3 ആഡ് ചെയ്താൽ അത് 0 ആവും. ഒരു സൈഡിൽ ആഡ് ചെയ്താൽ മതിയോ? പോരാ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യണം. അപ്പൊ നോക്കിയേ, എക്സ് മൈനസ് 3 +3 ഈക്വൽ ടു 5 +3. അപ്പൊ എന്തായി? +3യും -3യും കൂടി ഇത് 0 ആയി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എക്സ് ഈക്വൽ ടു 8 എന്ന് ഉത്തരം കിട്ടി. മനസ്സിലായോ? ചിലപ്പോ നിങ്ങൾ ഈ മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യണേ? ഈ 3നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. എന്താ ചെയ്യപ്പോ? ഈ 3നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഏതൊരു നമ്പറും ഈക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ചിഹ്നം മാറും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരും മറക്കരുത്. ഈ സൈഡിൽ കിടക്കുമ്പോ അത് എന്തായിരുന്നു? മൈനസ് ആയിരുന്നെങ്കിൽ അതിനെ ഞാൻ ഈ -3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് എന്താകും? +3 ആകും. മനസ്സിലായി? എപ്പോഴും നമുക്ക് x ഈക്വൽ ടു 8 എന്ന് കിട്ടി. 2 രീതിയും കുറച്ച് സെയിം കാര്യം ചെയ്യുന്നത് നമ്മൾ സെയിം തന്നെയാണ്, പക്ഷെ പറയുമ്പോൾ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ
അവിടെ കിടക്കുന്ന നെഗറ്റീവ് സംഖ്യയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും അതേ നമ്പർ കൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ മൈനസ് സൈനിനെ ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആകുക. അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഉത്തരം സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയാണ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്, ഏത് രീതിയാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. അതിന് യാതൊരു പ്രശ്നവും. എങ്ങനെ ഉത്തരം കിട്ടി എന്നുള്ളതിന് പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് x-3 ആണല്ലേ. അടുത്തതൊന്ന് നോക്കി നോക്കിയേ. x plus 6 equal to 10. x plus 6 is equal to 10. വീണ്ടും പറഞ്ഞതുപോലെ ഈ സൈഡിൽ x ഉണ്ട് 6 ഉണ്ട്. ഈ 6 ഇവിടെ വേണ്ട, പ്ലസ് 6 ഇവിടെ വേണ്ട, അതിനെ ഒഴിവാക്കണം. അപ്പൊ പ്ലസ് 6നെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 6നെ 0 ആക്കണമെങ്കിൽ 6ന്റെ കൂടെ -6 ചെയ്താൽ പോരെ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് കിടക്കുന്ന ആളെ 0 ആക്കണം. അത് മൈനസ് ആണെങ്കിൽ അതേ നമ്പർ ആഡ് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ അതേ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഒഴിവാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അഡീഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ രണ്ട് സൈഡിലും ഇതേ നമ്പർ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ രണ്ട് സൈഡിലും ഇതേ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുക. മനസ്സിലായോ? ഓപ്പോസിറ്റ് ഓപ്പറേഷൻ, എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് 6നെ 0 ആക്കണമെങ്കിൽ രണ്ട് സൈഡിലും ഈ 6 പോണം. രണ്ട് സൈഡിലും 6നെ കുറച്ചു. അപ്പൊ എന്തായി വന്നേ? x minus 0 equals to 10 minus 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ എന്തായി കിട്ടിയേ? x equals to 4 എന്ന് ഉത്തരം കിട്ടി. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞതുപോലെ എന്ത് ചെയ്താൽ മതി? 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ എന്താ? ഇവിടെ പ്ലസ് ആയിരുന്നു അല്ലെ 6, അപ്പുറത്തേക്ക് പോയപ്പോ 6 മൈനസ് ആയി. അപ്പൊ എന്തായി? x equals to 10 minus 6 equal to 4. രണ്ട് മെത്തേഡ് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ അവിടെ കിടക്കുന്ന നമ്പറിനെ കളയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം. അഡീഷൻ ആണ്, എക്സിന്റെ കൂടെ ഒരു നമ്പറിനെ ആഡ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നമ്പറിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി രണ്ട് സൈഡിലും അതേ നമ്പർ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. എക്സിന്റെ കൂടെ ഒരു നമ്പറിനെ സബ്സ്ട്രാക്ട് ആണ്, എക്സിൽ നിന്ന് ഒരു നമ്പറിനെ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നമ്പറിനെ അവിടെ നിന്ന് കളയാൻ രണ്ട് സൈഡിലും അതേ നമ്പർ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കിടക്കുന്ന സംഖ്യേനെ അപ്പുറത്ത് ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സൈൻ മാറ്റുക. ക്ലിയർ ആണോ? അപ്പൊ അടുത്ത രണ്ടെണ്ണം പിന്നെ എളുപ്പമാണ്. x equal to 8 minus 3 എന്ന് പറഞ്ഞാൽ x equal to 5 എന്ന് നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ ആണോ? ഞാൻ ക്വസ്റ്റ്യൻസ് വരാൻ പോവാണ് കേട്ടോ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ആൻസേഴ്സ് ഇല്ല അതിന്റെ കൂടെ. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എല്ലാവരുടെ അടുത്ത് നിന്ന് കിട്ടണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് തരട്ടെ. ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് ക്ലിയർ ആണോ? അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, തരട്ടെ? അപ്പൊ വേഗം നിങ്ങളുടെ ആ ഒരു മനസ്സിലായതിന്റെ ഒരു ഇതൊക്കെ കാണിക്കട്ടെ, എന്നാലേ ഞാൻ ക്വസ്റ്റ്യൻസ് തരുള്ളൂ. ഹാർട്സ് ഒക്കെ വരട്ടെ, വേഗം വരട്ടെ, വേഗം വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, എനിക്ക് ഹാർട്സ് ഒക്കെ വേണം, എന്നാലാണ് മനസ്സിലുള്ളത്. 50 പേര് ഇരുന്നിട്ട് ഈ 50 പേരുടെ ഒരു ആവേശം എനിക്ക് ചാറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നില്ല. അമ്പത് പേരുടെ ആവേശം എവിടെ? എല്ലാവർക്കും ക്ലിയർ ആയെങ്കിലാണ് എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. 50 പേരുടെയും ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ക്ലിയർ ആണെന്ന് പറയണ്ടേ? ഇനി മനസ്സിലാവാത്ത ആരും ഇല്ലല്ലോ? ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നുന്നു. എല്ലാവർക്കും 7 equal to x എന്ന് പറയുന്നത് വെറുതെ തന്നേക്കണം. എക്സിന്റെ വാല്യൂ 7 ആണ്. അതിനെ നമുക്ക് 7 equal to x എന്ന് പറഞ്ഞാൽ x equal to 7 എന്നും എഴുതാം. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതെല്ലാവരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട് ക്ലിയർ ആയിന്ന്. അപ്പൊ ഞാൻ ദാ ക്വസ്റ്റ്യൻസ് തരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞോളൂ. x minus 5 equal to 9. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. x minus 5 equal to 9. സോൾവ് ദ ഫോളോയിങ് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോൾവ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സോൾവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. x - 5 = 9. എക്സിന്റെ വാല്യൂ എത്രയാണ് ആദ്യത്തതില്? അപ്പൊ കുറച്ച് പേർക്ക് ആ ഒരു മിസ്റ്റേക്സ് വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് 4 ആയത്? എങ്ങനെയാണ് നിങ്ങൾക്ക് 4 ആവുന്നത്? കുറേ പേരുടെ ഉത്തരം 4 ആണ്. കുറച്ച് പേരുടെ ഉത്തരം 14 ആണ്. ഹൗ ഇസ് ഇറ്റ് 4? എങ്ങനെയാണ് അത് 4 ആകുന്നത്? അപ്പൊ അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? 2 മെത്തേഡ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു മെത്തേഡിൽ സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ നിങ്ങൾ നിൽക്കുക. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറെ പേർക്ക് 4 ഉത്തരം കിട്ടിയത്. എങ്ങനെ 4 കിട്ടിയത് എനിക്ക് സംശയം എന്നല്ല, നിങ്ങൾക്ക് എങ്ങനെ 4 കിട്ടിയത് ഞാൻ എന്താ കാണിച്ചു തരാം. നിങ്ങൾ എന്താ ചെയ്തേ? x - 5 = 9. അപ്പൊ എന്ത് ചെയ്തു? 9 - 5 = 4. തെറ്റാണ്. അല്ല, നിങ്ങൾ ഈ -5നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോ എന്താ സംഭവിക്കുക? അത് +5 ആകും. x = 9 +5 ആകും. ഇപ്പുറത്ത് കിടക്കുമ്പോ അത് മൈനസ് ആയിരുന്ന സാധനം ഇപ്പുറത്തേക്ക് പോകുമ്പോ അത് പ്ലസ് ആകും. അതെന്താ ശ്രദ്ധിക്കാത്തെ? നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും മൈനസ് ചെയ്യുന്ന -5 ഇവിടെ എന്നാ പിന്നെ ഇപ്പുറത്തൊരു -5 ചെയ്തേക്കാം. അല്ല, ഉത്തരം 14 ആണ്. നോക്കിയേ, ഫസ്റ്റത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ x - 5 = 9 എന്നാണ് ചോദ്യം അല്ലേ? ഇവിടെ x മാത്രമേ വരാൻ പാടുള്ളൂ. xന്റെ കൂടെ ആരുണ്ട്? -5 ഉണ്ട്. -5നെ മാറ്റണം. -5നെ അവിടെ നിന്ന് മാറ്റണം. -5നെ മാറ്റണമെങ്കിൽ -5ന്റെ കൂടെ +5 ചെയ്താലാണ് അത് 0 ആയി പോവുള്ളൂ. മനസ്സിലായി? എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിടക്കുന്ന ആള് 0 ആക്കണം. അതായത് എന്താണോ അവിടെ കിടക്കുന്ന നമ്പർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സാധനം ചെയ്യാം. ഇവിടെ +5 എന്നായിരുന്നെങ്കിൽ മൈനസ് ചെയ്യണം. ഇവിടെ മൈനസ് ആയിരുന്നു ഓൾറെഡി ആയതുകൊണ്ട് രണ്ട് സൈഡിലും 5 ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ അത് 0 ആയി, ഇപ്പുറത്തത് 14 ആയി. അപ്പൊ നിങ്ങൾ ഏത് മെത്തേഡാ ഫോളോ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് എടുക്കുന്ന മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം അല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പുറത്ത് കിടക്കുന്ന ആളെ നേരെ ഈക്വൽ ടുവിന്റെ അല്ലെങ്കിൽ ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ സൈൻ മാറും എന്നുള്ളത് ആലോചിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ കുറെ പേര് എനിക്ക് കണ്ടു 4 ഉത്തരം കണ്ടു. എങ്ങനെയാണ് 4 വരുന്നത്? 4 വരില്ല. മനസ്സിലായോ? 14 ആണ് ഉത്തരം. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിക്കണം, ഈ ഒരു സൈഡിൽ അത് -5 ആണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോ അത് +5 ആകുന്നു. സോ 9ന്റെ കൂടെ 5 ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, സബ്സ്ട്രാക്ട് അല്ല. ഓക്കെ, അപ്പൊ -5നെ കളയണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. -5 ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോ അത് പ്ലസ് ആകണം, അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ 5p = 20. 5p. അപ്പൊ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. 5p എന്ന് പറഞ്ഞാൽ 5ന്റെയും pന്റെയും ഇടയിൽ എന്താ സംഭവിക്കുന്നത്? അഡീഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ? എന്നിന്റെ ഇടയിൽ 5p എന്ന് പറഞ്ഞാൽ 5p. 5ന്റെയും pന്റെയും ഇടയിൽ എന്താണ് അവിടെ സംഭവിക്കണേ? അത് പറയുക എല്ലാവരും. 5ന്റെയും pന്റെയും ഇടയിലുള്ള ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ? 5p എന്ന് പറഞ്ഞാൽ എന്താ? 5p എന്ന് പറഞ്ഞാൽ 5 multiplied by p ആണ് അല്ലേ? കറക്റ്റ്. അവിടെ വേറെ ചിഹ്നം ഒന്നും നിങ്ങൾക്ക് കാണാനില്ല അല്ലേ? ചിഹ്നം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ that is multiplication. So 5p എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 5 ഗുണിക്കണം p എന്നാണ് അല്ലേ? 5p എന്ന് പറഞ്ഞാൽ 5 times p ആണെത്ര 20. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ പിയുടെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ ഈ രണ്ട് നമ്പറുകൾ തമ്മില് ഗുണിക്കുകയാണ് അല്ലെ? ഗുണിക്കലാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. ഒരു സൈഡില്, ഇക്വാലിറ്റിയുടെ ഒരു സൈഡില് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ അത് ഇക്വാലിറ്റിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോ എന്താകും?
നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു സൈഡിൽ പ്ലസ് ആയിരുന്നെങ്കിൽ അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും, അല്ലെങ്കിൽ ഒരു സൈഡിൽ മൈനസ് ആണെങ്കിൽ അത് ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും, മൈനസ് പ്ലസ് ആകും, പ്ലസ് മൈനസ് ആകും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റിയാൽ അല്ലേ. ഇനി മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? മൾട്ടിപ്ലൈ എന്ന് പറയുന്ന സാധനം ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് നമ്മൾ മാറ്റുമ്പോൾ അവിടെ എന്തായിട്ടാണ് ചേഞ്ച് ആകുന്നത്? മൾട്ടിപ്ലിക്കേഷൻ എന്താകണം? ഡിവിഷൻ ആകണം. വെരി ഗുഡ്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകണം. എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് സംഭവിക്കുന്നത്. 5p = 20 എന്ന് പറഞ്ഞാല് കുറെ പേര് ഇപ്പോഴും 5 × 4 20 എന്ന് ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 5ഉം pയും തമ്മിൽ ഗുണിക്കനാണ്. 5നെ നമ്മളുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. pനെയാണ് കൊണ്ടുപോകേണ്ടത്, അല്ല pയുടെ ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ അതേ മെത്തേഡ് തന്നെ 5p = 20 എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിയേ, pയുടെ കൂടെ ആരുണ്ട്? 5 ഉണ്ട്. pയുടെ കൂടെ നമുക്ക് ഒന്നും വേണ്ട, p മാത്രമേ അവിടെ ആക്കാൻ പാടുള്ളൂ. ഒരു സൈഡിൽ pനെ മാത്രം ഐസൊലേറ്റ് ചെയ്യണം. സോ 5ന്റെ pയുടെ കൂടെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകുമ്പോ എന്താകും? ഡിവിഷൻ ആകും. ക്ലിയർ ആയോ? 20 ഡിവൈഡഡ് ബൈ 5 എന്നാകും. ഇവിടെ 5 മൾട്ടിപ്ലൈഡ് ബൈ p എന്ന് പറയുന്ന 5 ഇവിടെ ഗുണനമായിരുന്ന സാധനം ഇപ്പുറത്തേക്ക് പോകുമ്പോ എന്താകും? ഡിവിഷൻ ആകും. അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ 5p എന്ന് പറയുന്നത് 20 ആയിരുന്നു. ഇതിന്റെ രണ്ട് സൈഡിലും ഇവിടെ p മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 5നെ കളയണം. 5നെ കളയണമെങ്കിൽ രണ്ട് സൈഡിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പൊ 5ഉം ഡിവൈഡ് ചെയ്തപ്പോ 1 എന്ന് വന്നു. 1p = 4 എന്ന് വന്നു. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്നെങ്കിൽ 5നെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പൊ ഡിവിഷൻ ആയി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 5നെ ഒഴിവാക്കണമെങ്കിൽ അവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 5p എന്നുള്ളതിനെ 5നെ ഒഴിവാക്കണമെങ്കിൽ അവിടെ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 5/5 ആണ് എന്ത്? 1. 0 ആക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ 0 ആക്കാൻ പറ്റില്ല. ഇവിടെ 0 ആക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 ആയി പോകും. 0 × something 0 അല്ലേ. 0 ആക്കാൻ പറ്റുമോ ഇല്ല നമുക്ക്. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി രണ്ട് സൈഡിലും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നെങ്കിൽ അങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ ആ 5നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തപ്പോ അത് ഡിവിഷൻ ആയി, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പുറത്ത് കിടന്നപ്പോ അത് 5 ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോ സൈൻ മാറും. അപ്പൊ അതെന്താ -5 ആവാൻ ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോ? വേഗം പറഞ്ഞോളൂ. ആർക്കത് ഉത്തരം പറയാൻ പറ്റുക? ഞാൻ തന്നെ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് പോയാൽ അത് സൈൻ മാറണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പുറത്ത് കിടന്നപ്പോഴും അത് 5 തന്നെയായിരുന്നു, അപ്പുറത്ത് പോയപ്പോഴും അത് 5 തന്നെയാ. അതെങ്ങനെയാ അങ്ങനെ വന്നേ? അതെങ്ങനെയാ വന്നേ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു നമ്പറിനെ ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും മാത്രമാണ് അതിന്റെ സൈൻ മാറുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ ഉണ്ടായിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതെന്തായി മാറി? ഡിവിഷൻ ആയി മാറി. അല്ലാതെ പിന്നെ നമ്മൾ ഇവിടെ ഒരു സൈഡിൽ കിടന്നത് 5p ആണെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5p എന്ന് എഴുതണ്ട. ഒരിക്കലും അങ്ങനെ എഴുതരുത്. കാരണം നമ്മൾ ഇവിടെ ഓപ്പറേഷൻ ആണ് മാറ്റുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഡിവിഷൻ ആയി ചേഞ്ച് വന്നില്ലേ? ഓപ്പോസിറ്റ്. അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് എന്താ? അഡീഷൻ സബ്സ്ട്രാക്ഷൻ ആയി, സബ്സ്ട്രാക്ഷൻ അപ്പുറത്തേക്ക് വന്നപ്പോ അഡീഷൻ ആയി. എന്താ മാറിയത്? ഓപ്പറേഷൻ ആണ് മാറിയത്. നേരത്തെ ഒരു നമ്പറിനോട് സബ്സ്ട്രാക്ട് ചെയ്ത സാധനം ഇപ്പോഴത്തേക്ക് വന്നപ്പോ അത് അഡീഷൻ ആയി, ഓപ്പറേഷൻ ചേഞ്ച് ചെയ്തു അല്ലെ. അഡീഷൻ എന്നുള്ളത് സബ്സ്ട്രാക്ഷൻ ആയി, സബ്സ്ട്രാക്ഷൻ എന്നുള്ളത് അഡീഷൻ ആയി. ഇവിടെ എന്താ സംഭവിച്ചത്? ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന സാധനം റൈറ്റ് സൈഡിലേക്ക് പോയപ്പോ ഡിവിഷൻ ആയി. പിന്നെ വീണ്ടും നമ്മൾ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യാൻ നോക്കുക വേണ്ട. സൈൻ എന്താണോ ഇപ്പുറത്ത് കിടക്കുന്നത് അത് തന്നെ. ഇപ്പുറത്ത് +5 ആണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +5 തന്നെയാണ്. എപ്പോ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ.
ഇപ്പുറത്തത് -5 ആയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴും അത് -5 തന്നെ ആകണം. സൈൻ ചേഞ്ച് ചെയ്യരുത്. സൈൻ ചേഞ്ച് ചെയ്യേണ്ടത് എപ്പോഴാണ്? ആ എക്സിന്റെ കൂടെ അല്ലെങ്കിൽ പിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഖ്യേനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സംഖ്യേനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോഴോ ആണ് എന്ത് മാറുന്നത്? സൈൻ മാറുന്നത്. എന്തുകൊണ്ട് സൈൻ മാറുന്നത്? അവിടെ അഡീഷൻ സബ്സ്ട്രാക്ഷനും സബ്സ്ട്രാക്ഷൻ അഡീഷനും ആയതുകൊണ്ട് മാത്രമാണ് സൈൻ ചേഞ്ച് ആകുന്നത്. മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷൻ ആക്കുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യേണ്ട, ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോഴും സൈൻ ചേഞ്ച് ചെയ്യേണ്ട. പോസിറ്റീവ് നമ്പർ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്, നെഗറ്റീവ് വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഇനി മൂന്നാമത്തെ ചെയ്തോളൂ. മൂന്നാമത്തെ ചെയ്തിട്ട് എനിക്ക് ഏത് ഉത്തരം തരണം? തേർഡ് വൺ ചെയ്യൂ, വേഗം ചെയ്തോളൂ. തേർഡ് വൺ. ഇത് ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. നോട്ട്സ് ഒക്കെ ഞാൻ തരും. ആൻസേഴ്സ് ഇല്ല കേട്ടോ നോട്ട്സിൽ. ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ നോട്ട്സ്. ആൻസേഴ്സ് നിങ്ങൾ തന്നെ ചെയ്യണം. ക്വസ്റ്റ്യൻസ് മാത്രമേ നോട്ട്സിലുള്ളൂ കേട്ടോ. ആൻസേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ കുറച്ച് പേർക്ക് 6 എന്ന് പറയുന്നുണ്ട് ഉത്തരം, കുറച്ച് പേര് 3 എന്ന് പറയുന്നുണ്ട് ഉത്തരം. ഒരാള് 3 എന്ന് പറഞ്ഞു, ഒരാൾ 6 എന്ന് പറഞ്ഞു. ബാക്കി ആർക്കും ഉത്തരമില്ലേ? ഓക്കെ. 3. ആദ്യം നിങ്ങൾ എന്താ ചെയ്തേ? ആദ്യം തന്നെ എന്താ ചെയ്തത്? ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ 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 ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് NMMS എക്സാമിന് ആയാലും അത് കഴിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പേര് വിളിക്കാത്തത് ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നോണ്ടാണ്. ഞാൻ 1-2 പേര് കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് പേര് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ സ്മൃതി ഫസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് 3 എന്ന്. നിങ്ങൾ ആദ്യം എന്താ ചെയ്തതില്? ഇതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ കുറെ പേർക്കൊക്കെ 3 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് 6 എന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. അത് എന്താണ് ഉത്തരം ഇതിൽ വരുന്നത് ശരിക്കും? എന്തുകൊണ്ടാണ് ആ 6 വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്കിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തത്? നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ആ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് പോയാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. 2 സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ആ 2 സ്റ്റെപ്പ് ഓർഡർ തെറ്റിച്ച് ചെയ്താൽ നിങ്ങളുടെ ഉത്തരം തെറ്റി. ഓർഡറിൽ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. ആ ഓർഡർ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 2 times 3 അല്ല ആൻസർ. നോ. ആരും എന്താ സ്റ്റെപ്പ് പറയണില്ലല്ലോ? സ്റ്റെപ്പ് പറയാത്ത എന്താ? നിങ്ങൾക്ക് അപ്പൊ എങ്ങനെ ഉത്തരം കിട്ടിയത്? അങ്ങനെ കിട്ടാൻ പറ്റില്ല. എനിക്ക് സ്റ്റെപ്പ് വേണം. അതായത് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ അവിടെ എക്സിന് ഏത് വാല്യൂ വന്നാലാണ് ഇത് വരിക, ഓക്കെ 1 ഇട്ടാൽ ശരിയാവില്ല, 2 ശരിയാവില്ല, അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ നടക്കും. വലിയൊരു ക്വസ്റ്റ്യൻ വന്ന കാരണം കുറെ സ്ഥലങ്ങളിൽ എക്സിന് ഡെസിമൽസ് വരും. 1 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് 10/3 അങ്ങനെ ഡെസിമൽസ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് എക്സിന് 1, 2, 3, 4 എന്ന് ഉത്തരം കിട്ടില്ല. ചിലപ്പോഴൊക്കെ എക്സിന് നിങ്ങൾക്ക് 5/2 10/3 അങ്ങനെയൊക്കെ ഉത്തരം കിട്ടും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയാ അവിടെ എക്സിന് 10/3 വരുന്നു നിങ്ങൾ ചിന്തിക്കുവോ? ഇല്ല. അതുകൊണ്ട് ഒരിക്കലും എക്സിന് അവിടെ എന്ത് വാല്യൂ വന്നാൽ ശരിയാവും എന്നുള്ളതിലേക്ക് ചിന്തിക്കരുത്. എപ്പോഴും കറക്റ്റ് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. കാരണം എക്സിന് 10/3 ആണ് കറക്റ്റ് ഉത്തരം വരേണ്ടതെന്ന് വിചാരിക്കൂ. നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും 10/3 എന്നുള്ള സാധനം നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾ എപ്പോഴും 1 ഇട്ടാൽ എന്താവും, 2 ഇട്ടാൽ എന്താവും, 3 ഇട്ടാൽ എന്താവും എന്ന് വിചാരിച്ച് അതുമ്മ തന്നെ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും കറക്റ്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുക. ഓക്കെ. നോക്കൂ. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളോട് ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എടുത്തു ചോദിക്കാൻ കാരണം 2 സ്റ്റെപ്പ് നമ്മൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3നെ അവിടെ നിന്ന് കളയുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. 3നെ അവിടെ നിന്ന് മാറ്റണം. 3നെ അപ്പൊ എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലെ നമുക്ക് 3നെ അല്ലെ. 2x plus 3 equals to 9 എന്നാണ് ചോദ്യം. 2x plus 3 equal to 9. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ കിടക്കുന്ന ആളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓടിപ്പോയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്, തെറ്റാണത്.
ആദ്യം തന്നെ നമ്മൾ 2 കൊണ്ട് അപ്പുറത്തും ഡിവൈഡ് ചെയ്താൽ ഉത്തരം തെറ്റി. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? നമുക്ക് 2 കൊണ്ട് നേരെ ഇതിനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3 കിടക്കുന്നുണ്ടെങ്കിൽ ഈ 2നെ നേരെ ഇപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2x ഈക്വൽ ടു 9 എന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ 2നെ നേരെ ഇപ്പുറത്തേക്ക് എടുക്കാം. മനസ്സിലായോ? പക്ഷെ 2xന്റെ കൂടെ ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഈ 2നെ നേരെ ഇപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സാധനത്തിന് മാത്രമേ ഇപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 3ന്റെ കൂടെ 2 ഉണ്ടോ? എടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ എന്താ അത്? അഡീഷൻ. അപ്പുറത്തേക്ക് പോകുമ്പോ സബ്സ്ട്രാക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 9 മൈനസ് 3. അപ്പൊ എന്താ കിട്ടിയത് നിങ്ങൾക്ക്? 2x ഈക്വൽ ടു 9 മൈനസ് 3 എത്രയാ? 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ എന്തായത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പുറത്തേക്ക് പോയപ്പോ ഡിവിഷൻ ആയി. x ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2. ഉത്തരം 3. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഫസ്റ്റ് തന്നെ ആ 2നെ എടുത്തിട്ട് 2 ആദ്യം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തു തുടങ്ങാം. ഡിവൈഡ് ചെയ്യാം. തെറ്റാണ്. ഉത്തരം മുഴുവനായിട്ടും തെറ്റാണ്. എന്താ ചെയ്യേണ്ടത്? 3നെ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. +3 എന്നുള്ളത് അഡീഷൻ ആയിരുന്നു. അപ്പുറത്തേക്ക് പോയപ്പോ അത് സബ്സ്ട്രാക്ഷൻ ആയി. കറക്റ്റ്. സ്മൃതി സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അപ്പുറത്തേക്ക് പോയപ്പോ അതെന്തായി? സബ്സ്ട്രാക്ഷൻ ആയി. 6. 2x ഈക്വൽ ടു 6. ഓക്കെ, 2x ഈക്വൽ ടു 6. എന്ത് വന്നു? 2 അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2നെ നേരെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ അതെന്തായി? ഡിവിഷൻ ആയി. പിന്നെ 2ന്റെ ചിഹ്നം ഒന്നും മാറ്റണ്ട. 2x ഈക്വൽ ടു 6. 2x ഈക്വൽ ടു 6. x ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2. എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത സാധനം അപ്പുറത്തേക്ക് പോയപ്പോ ഡിവിഷൻ ആയി. ഓക്കെ ആണോ? അപ്പൊ ഉത്തരം 3. എല്ലാം ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഇനി ഇത് ബുദ്ധിമുട്ടുണ്ടോ? കാരണം കുറച്ച് പേരുടെ ഉത്തരം ഞാൻ തെറ്റ് കണ്ടു. കുറച്ച് പേര് ഉത്തരം തെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കത് 6 എങ്ങനെ ഉത്തരം വരുന്നേ? നിങ്ങൾക്കത് എങ്ങനെ 6 ഉത്തരം വരിക? ഒരിക്കലും 6 ഉത്തരം വരില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ആ 2നെ ഈ 3 അപ്പുറത്തേക്ക് മാറ്റാണ്ട് 2നെ കൊണ്ടുപോയി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോ 2x plus 3 equal to 9. 2നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. x plus 3 equal to 9/2. തെറ്റാണ്, തെറ്റാണ്. ഒരിക്കലും ചെയ്യരുത്. എന്താണ്? ഇവിടെ നമുക്ക് വേറെ ഒരു ടേംസും കൂടെ ഇല്ലെങ്കിൽ മാത്രമേ ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് കിടക്കണ ആളെ ആദ്യം ഒഴിവാക്കുക. അങ്ങനെയാണല്ലോ പൊതുവെ പതിവ്. അപ്പൊ ഈ +3 എന്ന് പറയുന്ന സാധനത്തിനെ ആദ്യം അവിടെ നിന്ന് ഒഴിവാക്കുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സബ്സ്ട്രാക്ഷൻ ആയി. സബ്സ്ട്രാക്ഷൻ ആയപ്പോ 9ൽ നിന്ന് 3 കുറച്ച് 6 വന്നു. അപ്പൊ 2x ഈക്വൽ ടു 6 കിട്ടി. അപ്പൊ 2 സ്റ്റെപ്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ആദ്യം, ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമതും ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് ഓർഡറിൽ പോയാലേ ഉത്തരം ശരിയാകുകയുള്ളൂ. ഇതിപ്പോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അടുത്തത് വേഗം ചെയ്തോളൂ. 4ാമത്തെ 3x minus 3 equal to 10. 3x minus 3 equal to 10. വേഗം ചെയ്തോളൂ. എനിക്ക് കറക്റ്റ് ഓർഡറിൽ ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ഓർഡറിൽ ഉത്തരം വരണം. 3x minus 3 equal to 4/1/3. ഏത് 4ാമത്തെയാണോ പറയുന്നത് സ്മൃതി? വേഗം 4ാമത്തെ ചെയ്തിട്ട് ഉത്തരം പറയോ. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? അവിടെ 4ാമത്തേല് ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ 4ാമത്തേല്? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഉത്തരം ശരിയാണോ നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? എന്താരും മിണ്ടാത്തെ? വേഗം പറയ്. ഓക്കെ, ചെയ്തപ്പോ അതാണ് കിട്ടിയത് നോക്കാമല്ലോ.
എനിക്ക് സ്റ്റെപ്പ് വേണം. 3x - 3 = 10. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരാള് പറഞ്ഞിട്ടുണ്ട്, സ്മൃതി പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആരും എന്ത് പറയാത്തെ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് സ്റ്റെപ്പ് വേണമെന്ന് പറയാൻ കാരണം നിങ്ങൾ തെറ്റായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ തെറ്റ് മുഴുവനും ചെയ്ത് ഫൈനലിൽ തെറ്റുതരം കിട്ടുന്നേക്കാളും ഭേദം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോണതല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഭാഗ്യലക്ഷ്മിക്കൊക്കെ കിട്ടിയല്ലോ. കറക്റ്റ് ആണ് കേട്ടോ. എന്താ ആദ്യം ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അവിടെ നിന്ന് ആരെ മാറ്റണം? -3നെ. -3നെ ആണ് ആദ്യം ഇവിടെ നിന്ന് കളയേണ്ടത്. ഇപ്പുറത്തേക്ക് പോയപ്പോ എന്തായത്? +3 ആയി. അപ്പൊ 3x = 10 + 3 അല്ലേ? 10 + 3 എന്ന് വന്നു. അപ്പൊ നമുക്കിനി അറിയാം 10 + 3 എന്താ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 3x = 13 എന്ന് കിട്ടി അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? 3x ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഡിവിഷൻ ആകും. x = 13 / 3. നോക്കിയേ, ഈ 13 / 3 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ നിങ്ങൾ ചിന്തിക്കുവോ? അതിനെ നമുക്ക് ഇവിടെ 13 / 3 ചെയ്തൊക്കെ എത്ര ഉത്തരം വരാം? ചിന്തിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എക്സിന് 1 കൊടുത്ത് ശരിയാണോ നോക്കി അല്ല, എക്സിന് 2 കൊടുത്തു ശരിയാണോ നോക്കി അല്ല. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടില്ല. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രമേ 13 / 3 എന്നുള്ള ഉത്തരം കിട്ടുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 13 / 3 എന്ന് അവിടെ അങ്ങനെ തന്നെ എഴുതാം. ഇതിനി സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല. കാരണം 13 / 3 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ 13 / 3 എന്ന് പറയുമ്പോൾ 4 3 12 ബാക്കി 1 വന്നു. അപ്പോൾ നമുക്ക് 4 1/3 എന്ന് പറയുന്ന സാധനത്തിലേക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ആൻസർ കറക്റ്റ് ആണ് സ്മൃതി. പക്ഷെ ഇവിടെ 13 / 3 എന്ന് എഴുതിയാൽ മതി. എങ്ങനെയാണ് 41 / 3 ഒക്കെ കിട്ടിയത് നിങ്ങൾക്ക്? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അത്രയ്ക്കൊന്നും പോയില്ല കേട്ടോ. 4 1/3 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് 13 / 3 അവിടെ നിർത്താം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ തൊട്ട് മുന്നേ മൂന്നാമത്തേല് 2x കൂടെ 3 പ്ലസ് ആയിരുന്നു. അപ്പുറത്തേക്ക് പോയപ്പോ +3 എന്നുള്ളത് -3 ആയി. ഇവിടെ 3x കൂടെ -3 ആയിരുന്നു. അപ്പുറത്തേക്ക് പോയപ്പോ അത് +3 ആയി. കൂടെ 2x എന്ന് പറഞ്ഞാൽ 2 ആണ്. അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3x എന്ന് പറഞ്ഞാൽ 3 ആണ് മൾട്ടിപ്ലിക്കേഷൻ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 13/3. എനിക്ക് മനസ്സിലായി 45 ആവാനായി. നോക്കേ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സമയമായി ഓൾമോസ്റ്റ്. അതുകൊണ്ട് നമ്മളിതാ ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താ നമ്മൾ ചെയ്യുക? ക്ലിയർ ആയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേഗം ചെയ്തോളൂ. അപ്പൊ നമുക്ക് അത് നിർത്താം. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയതിന്റെ ഹാർട്സും കമന്റ്സ് ഒക്കെ വരട്ടെ. അപ്പൊ ഇനി ക്ലിയർ ആവാത്തവര് ഒന്നും കൂടെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുമ്പോൾ എടുത്ത് കാണുക കേട്ടോ. കാരണം നിങ്ങൾ എല്ലാവരും എന്തായാലും വീഡിയോ കാണണം. അടുത്ത മാത്സ് ക്ലാസ്സിന് മുന്നേ ഈ വീഡിയോ കണ്ടിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇങ്ങനെ അയ്യോ എന്തായിരുന്നു പറഞ്ഞത് എന്ന് ആലോചിച്ചിരിക്കേണ്ടി വരും. ഉറപ്പായിട്ടും എല്ലാവരും അടുത്ത ആഴ്ച നമുക്ക് ഫിസിക്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോ കണ്ടിരിക്കണം. അതിനൊരു വേറെ ഇതുമില്ല, കണ്ടിട്ട് വന്നാൽ മതി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. അടിപൊളി, കുറെ ഹാർട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.